നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തൊഴിൽ നിയമങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തി പ്രവാസികൾക്ക് ആശ്വാസ വാർത്തയുമായി ഖത്തർ രംഗത്ത്. കഴിഞ്ഞ വർഷം ഖത്തർ പ്രഖ്യാപിച്ച മിനിമം വേതന നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയുണ്ടായി. ഖത്തറിലെ ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ മേഖലയിലെ മുഴുവൻ ജീവനക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 2020 17-ാം നമ്പർ തൊഴിൽ നിയമ ഭേദഗതി പ്രകാരം എല്ലാ കമ്പനികളും ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 1000 റിയാലായി നിശ്ചയിച്ച് കരാറുകൾ പുതുക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാർച്ച് 20 മുതൽ പുതിയ വേതന നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഴുവൻ സ്ഥാപന ഉടമകൾക്കും നേരത്തെ തൊഴിൽ മന്ത്രാലയം സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമ ഭേദഗതി പ്രകാരം ഭക്ഷണവും താമസവും കൂടാതെയാണ് തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ 1000 റിയാൽ അടിസ്ഥാന ശമ്പളം ലഭിക്കുക. ഇതിനു പുറമെ 500 റിയാൽ താമസത്തിനും 300 റിയാൽ ഭക്ഷണത്തിനും നൽകിയിരിക്കണം. ഇങ്ങനെ ചുരുങ്ങിയത് 1800 റിയാലാണ് പ്രതിമാസം രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും ലഭിക്കുക. അതായത് ഇന്ത്യയുടെ 36,000 രൂപ എന്നതാണ് കണക്ക്. അതേസമയം താമസവും ഭക്ഷണവും കമ്പനിയോ സ്പോൺസറോ നൽകുന്നുണ്ടെങ്കിൽ തന്നെ അതിന് പണം നൽകേണ്ടി വരുന്നതല്ല. പകരം അടിസ്ഥാന ശമ്പളം മാത്രം നൽകിയാൽ മതിയാകുന്നതായിരിക്കും. മതിയായ തയ്യാറെടുപ്പുകൾ നടത്താൻ 6 മാസം സാവകാശം നൽകിയ ശേഷമാണ് പുതിയ നിയമം ഇന്ന് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം തന്നെ മിനിമം വേതനം നടപ്പിലാക്കുന്നതോടെ രാജ്യത്തെ തൊഴിൽ മേഖലയ്ക്ക് നവോന്മേഷം കൈവരുമെന്ന് മന്ത്രാലയം അഭിപ്രായപ്പെടുകയുണ്ടായി. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം മികച്ചതാക്കാൻ ഇത് സഹായകമാകുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മിനിമം വേതന നിയമം ആദ്യമായി നടപ്പിലാക്കുന്ന രാജ്യമായി ഇതോടെ ഖത്തർ മാറിയിരിക്കുകയാണ്. ഖത്തറിലെ സ്വകാര്യ മേഖലയെയും ഗാർഹിക തൊഴിലാളികളെയും ഉൾക്കൊള്ളുന്ന നിയമം 2020 ഓഗസ്റ്റിലാണ് സർക്കാർ പാസാക്കിയത്. സെപ്റ്റംബറിൽ നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസത്തിനുള്ളിൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ചാണ് മാർച്ച് 20 മുതൽ രാജ്യത്ത് മിനിമം വേതന നിയമം നടപ്പിലാക്കിയത്. വെജ് പ്രൊട്ടക്ഷൻ സംവിധാനം അനുസരിച്ച് ബാങ്ക് ട്രാൻസ്ഫറായാണ് ഓരോ മാസവും തൊഴിലാളികൾക്ക് ശമ്പളം നൽകേണ്ടത്. ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി നൽകുന്നു എന്നത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണിത്. വീഴ്ച വരുത്തുന്നവരെ തൊഴിൽ മന്ത്രാലയം പിടികൂടും. തുടർച്ചയായി വീഴ്ച വരുത്തുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കരിമ്പട്ടികയിൽപ്പെടുത്തും. മിനിമം കൂലി നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ 10,000 റിയാൽ പിഴയും 1 വർഷം തടവും ശിക്ഷ ലഭിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ ലേബർ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫഹദ് അൽ ദൊസാരി നേരത്തെ അറിയിച്ചിരുന്നു. പുതിയ നിയമത്തെ കുറിച്ച് തൊഴിലാളികളെയും തൊഴിലുടമകളെയും ബോധവൽക്കരിക്കുന്നതിനായി വിവിധ ഭാഷകളിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.